Hello and welcome to Manorama Horizon. I am your teacher today, Thomas, and ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എന്ന് വെച്ചാൽ ചാർജ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, വി കോൾ ഇറ്റ് ഇലക്ട്രിക് കറണ്ട്. ആ ഇലക്ട്രിക് കറണ്ട് കാരണം മാഗ്നറ്റിക് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാവും. ചുംബകത്വം നമ്മൾ പറയും, മാഗ്നറ്റിക് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാവും. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ വിത്ത് ടുഡേസ് ടോപ്പിക്. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും പരസ്പരം വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഫിനോമിനയാണ്. പക്ഷേ നമ്മൾ വളരെ ലേറ്റാണ് ഈ കാര്യം മനസ്സിലാക്കിയത്. നമ്മൾ കണ്ടത് എന്താണ്, ഇഫ് വി കണക്ട് എ വയർ ടു എ കണ്ടക്ടർ, നമ്മളൊരു വയർ ഒരു കണ്ടക്ടറുടെ കൂടെ കണക്ട് ചെയ്തിട്ട് അതിനെ നമ്മളൊരു വോൾട്ടേജ് സോഴ്സിലൂടെ കണക്ട് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബാറ്ററി എടുത്തു, അതിനെ നമ്മൾ കണക്ട് ചെയ്യാണ് വിത്ത് എ കണ്ടക്ടർ. നമ്മൾ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും, ഇതിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാരണം ഇതിൽ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് തുടങ്ങും. ആ എഫക്റ്റ് കാരണം എന്തുണ്ടാവുന്നു, ഇവിടെ നമ്മൾ അയൺ ഫൈലിങ്സ് ഇട്ടിട്ടുണ്ട്. ഇതെന്താണ്, ഇരുമ്പിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള പൊടിയാണ്, അയൺ ഫൈലിംഗ് ആണ് ഇതിനെ പറയുക. അപ്പോൾ നമ്മൾ ഈ കണക്ഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ ഈ കണക്ഷൻ ഉണ്ടാക്കി വന്നിട്ടുണ്ടായി, ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങി. ആ കറണ്ട് ഫ്ലോ കാരണം എന്തുണ്ടായി, നമ്മൾക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം നമ്മൾക്ക് ഇവിടെ അട്രാക്ഷൻ കിട്ടി. എന്ന് വെച്ചാൽ ഈ അയൺ പാർട്ടിക്കിൾസ് എന്തായി, ഈ നെയിലുകൊണ്ട് അട്രാക്റ്റ് ആയി. എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസത്തിൽ പരസ്പരം ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ഏത് മാഗ്നറ്റിൻ്റെ അറൗണ്ടുള്ള റീജിയനിൽ, ആ ഏരിയയിൽ ആ മാഗ്നറ്റിൻ്റെ എഫക്റ്റ് നമ്മൾ ഫീൽ ചെയ്യും. ഈ എഫക്റ്റ് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, നമുക്കൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അയോൺ ഇരുമ്പിൻ്റെ പൗഡർ എടുത്തിട്ട് നമ്മളിത് ഈ മാഗ്നറ്റിൻ്റെ അറൗണ്ട് സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവണേ, ദാറ്റ് പൗഡർ വിൽ അറേഞ്ച് ഇറ്റ് സെൽഫ്. ഈ പൗഡർ ഇവിടെ ഒരു പാറ്റേണിൽ അറേഞ്ച് ആവാണ് ചെയ്യുന്നത്. ഈ പാറ്റേൺ ആണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കത് ഇവിടെ കാണാം. അപ്പോൾ ഈ അയൺ പൗഡർ നമ്മൾ കാണുന്നത് ഈ പാറ്റേണിലാണ് അത് അറേഞ്ച് ആവുന്നത്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലൈൻസ് നിങ്ങൾ കാണുന്നത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നാണ്. ഇവരുടെ പറ്റിയായിട്ടുള്ള പ്രത്യേകത എന്താ, ഈ ഫീൽഡ് ലൈൻസിന് ഒരു തുടക്കവുമില്ല, ഒരു അന്ത്യവുമില്ല. ദേ ഹാവ് നോ ബിഗിനിങ് ആൻഡ് നോ എൻഡ്. കാരണം എന്താണ്, ദീസ് ഫീൽഡ്സ് ആർ സർക്യുലേറ്ററി. എന്ന് വെച്ചാൽ ഈ ഫീൽഡ്സ് ഇങ്ങനെ സർക്യുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇവർക്ക് ഒരു ബിഗിനിങ്ങും ഇല്ല, ഇവർക്ക് ഒരു എൻഡും ഇല്ല. പല പിള്ളേർക്ക് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, അവർക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഫീൽഡ് ലൈൻ തുടങ്ങുന്നത് ഇവിടെയാണെന്നും കഴിയുന്നത് ഇവിടെയാണ്. അത് അല്ല, ഇത് ഓർമ്മ വയ്ക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഒരു തുടക്കവുമില്ല, അവർക്കൊരു എൻഡും ഇല്ല. അവരെന്താണ് ചെയ്യുന്നത്, അവർ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ഈ മെറ്റീരിയലിൽ സർക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവർക്കൊരു ബിഗിനിങ് ഓർ എൻഡ് എക്സിസ്റ്റ് ചെയ്യണില്ല. ഇവരെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു മാഗ്നറ്റിൻ്റെ അറൗണ്ട് ഒരു അയൺ പൗഡറിൻ്റെ ഒരു സസ്പെൻഷൻ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യുക ചെയ്യുന്നത്. ആ അയൺ പൗഡർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അക്കോർഡൻസിൽ അവർ അലൈൻ ആവും. അവർ അവിടെ അലൈൻ ആയിട്ടാണ് ഈ പാറ്റേൺസ് നമ്മളുടെ ഫോം ചെയ്യുന്നത്. വേറൊരു കാര്യം ഓർമ്മ വയ്ക്കേണ്ടത്, നമുക്കൊരു കൺവെൻഷൻ ഉണ്ട്. കൺവെൻഷൻ എന്താ പറയണേ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ എന്താണെന്ന് വെച്ചാൽ വി സേ ദാറ്റ് ദേ ആർ ഗോയിങ് ഫ്രോം നോർത്ത് ടു സൗത്ത്. അവർ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോൾ ഡയറക്ഷനിലാണ് സർക്കുലേറ്റ് ആവുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ സർക്കുലേറ്റ് ആവുക ചെയ്യുന്നത്. പക്ഷേ ഓർമ്മ വയ്ക്കുക, ഇവർ ഇവിടെയല്ല തുടങ്ങുന്നത്, ഇവർ ഇവിടെയല്ല കഴിയുന്നത്. ദേ വിൽ ട്രാവൽ ത്രൂ ദ മെറ്റീരിയൽ. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും മെറ്റീരിയലിൻ്റെ ത്രൂ ട്രാവൽ ചെയ്തിട്ട് ക്ലോസ്ഡ് ലൂപ്പാണ് ഫോം ചെയ്യുക. നമ്മൾ എന്താ പറയുക ഇതിനെ, വി കോൾ ദീസ് ക്ലോസ്ഡ് ലൂപ്സ്. ഇത് ഓർമ്മ വയ്ക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്തിൻ്റെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താ ചെയ്യുക, എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് മൂവ് ചെയ്യുക. അവർ ക്ലോസ്ഡ് ലൂപ്സ് ആണ്, അവർക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ല, അവർക്കൊരു എൻഡിങ് പോയിന്റും ഇല്ല. ഈ കാര്യങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക. മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ ലൈൻസ് എത്ര കൂടുതലാണോ ഒരു ഏരിയയിൽ, അവിടെ മാഗ്നറ്റിക് എഫക്റ്റ് അത്ര കൂടുതലാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ മാഗ്നറ്റിന് എത്ര ദൂരെ പോകണു, ഈ ലൈൻസിൻ്റെ പരസ്പരം ഉള്ള സെപ്പറേഷൻ കൂടാ ചെയ്യുന്നത് അല്ലേ. ഇവരുടെ ഡിസ്റ്റൻസ് ഇവിടെ കൂടാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താ, ഈ റീജിയനിൽ മാഗ്നറ്റിക് എഫക്റ്റ് എന്താവും, കുറഞ്ഞു പോവും. ഈ ലൈൻസിൻ്റെ സെപ്പറേഷൻ കൂടിക്കൊണ്ട് എന്നുണ്ടാവണു, ആ റീജിയനിലത്തെ ഫീൽഡിൻ്റെ സ്ട്രെങ്ത്, മാഗ്നറ്റിക് എഫക്റ്റിൻ്റെ സ്ട്രെങ്ത് എന്താണ്, കുറയാ ചെയ്യുന്നത്. ഈ ഫീൽഡ് ലൈൻസ് എത്ര അടുത്താവണു, അവരുടെ സ്ട്രെങ്ത് അത്ര കൂടുതലാവും. ഇവരെത്ര ദൂരം ആവണു, അവരുടെ സ്ട്രെങ്ത് അത്ര കുറവാവും. ഇത് കാരണമാണ് നമ്മളൊരു മാഗ്നറ്റിൽ നിന്ന് ഒരു ഓബ്ജക്റ്റ് ദൂരെ കൊണ്ടുപോകുകയാണെങ്കിൽ അതിൻ്റെ ആ ശക്തി, അതിൻ്റെ ആ സ്ട്രെങ്ത് കുറഞ്ഞു പോകുന്നത്. കാരണം എന്താ, ആ റീജിയനിലത്തെ നമ്മളുടെ ഫീൽഡ് സ്ട്രെങ്ത്, അവിടുത്തെ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എന്താണ്, ആദ്യക്കാളും കുറവാണ്. ഇത് ഓർമ്മ വയ്ക്കുക.
അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് എന്താണ്, നമ്മളിലൊരു പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഇതിൽ എപ്പോഴും മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ട്. നമ്മൾ അതിനെ അയൺ ഫില്ലിങ്സ് സ്പ്രിങ്കിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കൊരു ഫീൽഡ് ഇവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏർലിയർ കേസിൽ എന്താ കണ്ടത്, ദിസ് ഈസ് എ ടെമ്പററി മാഗ്നറ്റ്. നമ്മൾ ഇതിനെന്താ പറയുക, ഇതിനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്നും പറയും. ഈ അറേഞ്ച്മെന്റ് എന്താണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. കാരണം എന്താ, ഈ മാഗ്നറ്റ് ടെമ്പററി ആണ്. നമ്മൾ ഇവിടെ കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ ഇതിൽ മാഗ്നറ്റിക് ഇഫക്റ്റ് വരുള്ളൂ. ഇതിലൊരു കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മാഗ്നറ്റിക് ഇഫക്റ്റ് കിട്ടുള്ളൂ. അത് കാരണമാണ് നമ്മൾക്ക് ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ അട്രാക്ഷൻ നമ്മൾ മാഗ്നറ്റിക് ആയിട്ടുള്ളത് കാണുന്നത്. അപ്പോൾ ഇതൊരു ടെമ്പററി ഇലക്ട്രോ മാഗ്നറ്റ് ആണ്, ബട്ട് ഇത് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്. കാരണം എന്താ, ഇതിൽ നമ്മളൊരു എക്സ്റ്റേണൽ കറണ്ട്, പുറത്തുനിന്ന് കറണ്ട് ഇതിനെ കൊടുക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും, സാർ ഈ കേസിൽ കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മാഗ്നറ്റിക് ഇഫക്റ്റ് വന്നതെന്ന്. ആക്ച്വലി ഈ മാഗ്നറ്റിൻ്റെ ഉള്ളിൽ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതിലത്തെ ഇൻഡിവിജ്വൽ ആറ്റംസിലത്തെ സൂക്ഷ്മമായിട്ടുള്ള കറണ്ട് കാരണമാണ് നമ്മൾക്ക് ഈ മാഗ്നറ്റിക് ഇഫക്റ്റ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എന്ത് മാഗ്നറ്റിക് ഇഫക്റ്റ് ആണെങ്കിലും, അത് വേൾഡിൽ എവിടെയാണെങ്കിലും, എന്ത് തരം മാഗ്നറ്റ് ആണെങ്കിലും, പെർമനൻ്റ് ആണെങ്കിലും ടെമ്പററി ആണെങ്കിലും വീക്ക് ആണെങ്കിലും സ്ട്രോങ് ആണെങ്കിലും, നിങ്ങളുടെ മാഗ്നറ്റ് സ്റ്റാർ ഷേപ്ഡ് ആണെങ്കിലും ട്രയാങ്കിൾ ആണെങ്കിലും എന്താണെങ്കിലും, അതിലത്തെ മാഗ്നറ്റിക് ഇഫക്റ്റ് അൾട്ടിമേറ്റ്ലി എവിടെ നിന്നാണ് വരുന്നത്, ഇറ്റ് ഈസ് കമ്മിങ് ഫ്രോം ഇലക്ട്രിക് കറണ്ട്. ഇത് ഓർമ്മ വയ്ക്കുക. ഏത് മാഗ്നറ്റിസമും ഏത് സോഴ്സിൽ നിന്നാണെങ്കിലും അൾട്ടിമേറ്റ്ലി അതിൻ്റെ കാരണം എന്താണ്, ഇലക്ട്രിക്കൽ കറണ്ടാണ് അതിൻ്റെ സോഴ്സ്. അതിൻ്റെ ജനറേഷൻ വരുന്നത് ഇലക്ട്രിക് കറണ്ട് കാരണമാണ് മാഗ്നറ്റിസം ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഫോർ എ പെർമനൻറ്റ് മാഗ്നറ്റ്. അപ്പോൾ നമ്മൾ ഒരു കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്യണു, ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണു. വാട്ട് വിൽ ദാറ്റ് ഫീൽഡ് ലുക്ക് ലൈക്ക്? നമ്മളൊരു കണ്ടക്ടറിൽ നിന്ന് കറണ്ട് വിട്ടു, അത് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും നമ്മൾ പഠിച്ചു ഇപ്പോൾ. പക്ഷേ ആ ഫീൽഡ് കണ്ടാൽ എങ്ങനെ ഇരിക്കും? ലെറ്റ്സ് വിഷ്വലൈസ് ദിസ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് എന്താണ്, പെർമനൻറ്റ് മാഗ്നറ്റ്സിന് ഒരു എക്സ്റ്റേണൽ പുറത്തുനിന്ന് കറണ്ട് അവർക്ക് ആവശ്യമില്ല. പക്ഷേ നമ്മളൊരു നോർമൽ കണ്ടക്ടർ, ചെമ്പ് അല്ലെങ്കിൽ അലൂമിനിയം, കോപ്പർ അലൂമിനിയം നമ്മൾ കണ്ടക്ടർ എടുത്തു, അത് നമ്മളൊരു കറണ്ട് സെൻഡ് ചെയ്തു, അത് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവോ ഇല്ലയോ? ആ ഫീൽഡ് ഉണ്ടാവുകയാണെങ്കിൽ അത് കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഹൗ ഡു വി വിഷ്വലൈസ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ്? ഇന്നത്തേന്ന് കുറേ വർഷം മുമ്പ് ഓർസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിസിസിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഫിസിക്സ് ടീച്ചർ ഉണ്ടായിരുന്നു. അയാളൊരു ഫേമസ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി. അവരെന്ത് ചെയ്തു, ഒരു സെല്ലിൻ്റെ കൂടെ അവരൊരു കണ്ടക്ടർ കണക്ട് ചെയ്തു. അപ്പോൾ ദിസ് ഈസ് എ കണ്ടക്ടർ. ആ കണ്ടക്ടർ കണക്ട് ചെയ്തപ്പോൾ ഉണ്ടായി ഒരു കറണ്ട് അതിൽ ഫ്ലോ ചെയ്ത് തുടങ്ങി. കറണ്ട് ബിഗാൻ ടു ഫ്ലോ ഇൻ ദാറ്റ് കണ്ടക്ടർ. അവർ എന്ത് ചെയ്തു, ഈ കണ്ടക്ടറുടെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പീസ് ഓഫ് പേപ്പർ ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഒരു പേപ്പറിൻ്റെ ഒരു ഷീറ്റ് ഇവിടെ പ്ലേസ് ചെയ്തു. ഇത് ഈ കണ്ടക്ടറുടെ കൂടെ 90 ഡിഗ്രി ആംഗിളിലാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ഷീറ്റ് ഉണ്ടെന്ന് വെക്ക്, ആ ഷീറ്റിൽ നിന്ന് സ്ട്രേറ്റ് ഒരു കണ്ടക്ടർ നമ്മൾ പിയേഴ്സ് ചെയ്തിട്ട് വിട്ടോർക്കാണ്. അത് നമ്മൾ എന്താണ് കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇത് കാരണം ഇവിടെ ഒരു മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു, അത് തന്നെ ആ ഇരുമ്പിൻ്റെ ഫില്ലിങ്, ആ പൗഡർ എടുത്തിട്ട് അവർ സ്പ്രിങ്കിൾ ചെയ്തപ്പോൾ ഉണ്ടായി, ഇവിടെ അവർ ഒരു പാറ്റേൺ കണ്ടുപിടിച്ചു. ഈ ഫീൽഡിനെ ഒരു പാറ്റേൺ അവർ കണ്ടുപിടിച്ചു. അപ്പോൾ അവരെന്താ പ്രൂവ് ചെയ്തത്? അവർ പ്രൂവ് ചെയ്തതാണ് ഓൾ മാഗ്നറ്റിസം കംസ് ഫ്രം കറണ്ട്. മാഗ്നറ്റിസം എന്ത് തരമാണെങ്കിലും, അത് പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ആണെങ്കിലും അത് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ആണെങ്കിലും അതിൻ്റെ അൾട്ടിമേറ്റ് സോഴ്സ് എന്താണ്, കറണ്ടാണ്. ഈ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം നമ്മൾ. വി വോണ്ട് ടു നോ വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ദിസ് ഫീൽഡ്. ഇതിൽ നോർത്ത് പോളും സൗത്ത് പോളിൻ്റെ റിലേഷൻഷിപ്പ് പരസ്പരം എന്താണെന്ന് അറിയണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വളരെ സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിട്ടുള്ളൊരു റൂൾ ഉണ്ട്. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റൂൾ. സോ ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്, ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. നിങ്ങൾക്ക് ഒരു കണ്ടക്ടർ തന്നു, ആ കണ്ടക്ടറിൽ ഒരു കറണ്ട് ഉണ്ട്. നമ്മളോട് ചോദ്യം എന്താണ്, ഈ കറണ്ട് കാരണം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് അതിൽ ഡെവലപ്പ് ആവുക എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ, you take your right hand. This is the right hand thumb rule. So this is my right hand. And ഇതിൽ നമ്മളുടെ കൺവെൻഷണൽ കറണ്ട് എന്താണ്, കൺവെൻഷണൽ കറണ്ട് വിൽ ഗോ ഫ്രം ദി പോസിറ്റീവ് ടു ദ നെഗറ്റീവ് ടെർമിനൽ. നമ്മളുടെ ബാറ്ററിയിലത്തെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് അത് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് പോണത്. അപ്പോൾ ഇഫ് വി ടേക്ക് ആർ റൈറ്റ് ഹാൻഡ് ആൻഡ് വി പോയിന്റ് ദാറ്റ് തമ്പ്, ഈ വിരൽ നമ്മൾ ആ കൺവെൻഷണൽ കറണ്ട് ഡയറക്ഷനിൽ നമ്മൾ പോയിന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബാക്കി ഫിംഗേഴ്സ് കേൾ ആവണില്ലേ, അവർ കേൾ ചെയ്യുന്നുണ്ട്. ഇവർ കേൾ ചെയ്യുന്ന ഡയറക്ഷനാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഈ കേസിൽ ദിസ് ഇസ് ദ പോസിറ്റീവ് ടെർമിനൽ, ദിസ് ഇസ് ദ നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ ഈ കേസിൽ നമ്മളുടെ കറണ്ട് എങ്ങനെ ട്രാവൽ ചെയ്യുക, ആർ കറണ്ട് വിൽ ട്രാവൽ ലൈക്ക് ദിസ്. ദ കറണ്ട് ഇസ് ട്രാവലിംഗ് ഫ്രം ദ പോസിറ്റീവ് ടെർമിനൽ ടു ദ നെഗറ്റീവ് ടെർമിനൽ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ എന്താണ് കറണ്ടിൻ്റെ,
the current is pointing in the upward direction, right? ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ the current is going in the upward direction. അപ്പോൾ you can see my fingers curling. എൻ്റെ ഫിംഗർ കേൾ ആവുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്നതാണ് നോർത്ത് ടു സൗത്ത് ഡിറക്ഷൻ. അപ്പോൾ ഈ കേസിൽ the fingers are curling like this. This is the direction of the magnetic field. സോ ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണ്? വളരെ എഫക്റ്റീവ് സിമ്പിൾ ആയിട്ടുള്ളൊരു വഴിയാണ് ടു ഫൈൻഡ് ഔട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്താണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പറയാം. ഇഫ് യു ആർ ഹോൾഡിങ് യുവർ റൈറ്റ് ഹാൻഡ് സച്ച് ദാറ്റ് യുവർ തമ്പ്, നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യണം എങ്ങനെ? നിങ്ങളുടെ തമ്പ് പോയിന്റ് ചെയ്യുന്നതാണ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ. യുവർ thumb is pointing in the direction of the conventional current from positive to negative terminal. നിങ്ങൾ അങ്ങനെ ചെയ്തോട്ടുണ്ടാണെങ്കിൽ your fingers will curl in the direction of the magnetic field. ഈ ഫിംഗേഴ്സ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലാണ് അവർ കേൾ ചെയ്യാൻ പോകുന്നത്. സോ വി ക്യാൻ അപ്ലൈ ദിസ് റൂൾ. നമ്മൾ ഈ റൂൾ പഠിച്ചു, നമുക്കിത് പല കേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ആ കേസുകളൊന്നും കാണാം. So here we have magnetic field due to a current through a circular loop. നമ്മൾ ഏർലി കേസിൽ എന്താ കണ്ടേ? ഒരു സിമ്പിൾ സ്ട്രേറ്റ് ലൈൻ, നമ്മളുടെ കയ്യിൽ ഒരു സിമ്പിൾ സ്ട്രേറ്റ് ആയിട്ടുള്ള കണ്ടക്ടർ ഉണ്ടായിരുന്നു, അതിലൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കറണ്ട് കാരണം നമ്മൾ അതിൻ്റെ ഫീൽഡ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ചെയ്തത്. വി പുട്ട് ആർ ഫിംഗർ ഓഫ് ആർ റൈറ്റ് ഹാൻഡ്, ദ തമ്പ് ഓഫ് ആർ റൈറ്റ് ഹാൻഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് കറണ്ട്. സോ ആർ ഫിംഗേഴ്സ് എന്താ ചെയ്യുന്നത്? അവർ എങ്ങനെയാണ് കേൾ ആവുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്തായി? This is the direction of the magnetic field. ഇതാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? വാട്ട് ഇഫ് യു ഹാവ് എ ലൂപ്പ്? നമ്മൾ എന്ത് ചെയ്തത്? ഈ സ്ട്രേറ്റ് വയർ എടുത്തിട്ട് നമ്മൾ അതിനെ ഒരു ലൂപ്പ് ആക്കിയിട്ട് മാറ്റി. വി ഹാവ് ടേൺഡ് ഇറ്റ് ഇൻ ടു എ സർക്യുലർ ലൂപ്പ്. അപ്പോൾ ഈ സർക്യുലർ ലൂപ്പിൽ നമുക്ക് ഏത് പോയിന്റിൽ വേണമെങ്കിലും കറണ്ട് കണ്ടുപിടിക്കാം. വി ക്യാൻ ഫൈൻഡ് ദ കറണ്ട് എനി പോയിന്റ് ഇൻ ദിസ് ലൂപ്പ്. സോ ദിസ് ഈസ് പോസിറ്റീവ്, ദിസ് ഈസ് negative in this case. അതിൻ്റെ അർത്ഥം എന്താണ്? We can say that the current is traveling like this. കറണ്ട് ട്രാവൽ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. നമ്മൾ ഇതിൽ ഏതെങ്കിലും പോയിന്റ് എടുക്കുക. Let us say that I take this point. ഞാൻ ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ കറണ്ട് ഡയറക്ഷൻ എന്താണ്? It is like this. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ തമ്പ് വെച്ചു പോയിന്റിങ് അപ്പ്. This is how the field is curling. അങ്ങനെ തന്നെ ഇത് മുകളിലേക്ക് പോയി ഇവിടെ കറണ്ട് എങ്ങനെ പോയിന്റ് ചെയ്യുന്നത്? The current is pointing in this direction. Again, take your right hand, match current direction. This is how your field is curling. അപ്പോൾ നിങ്ങൾ റൈറ്റ് ഹാൻഡ് റൂൾ ഇതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ this is the field that you will get. നിങ്ങൾക്ക് ഈ ഫീൽഡ് പാറ്റേൺ ആണ് ഇതിൽ കിട്ടാൻ പോകുന്നത്. സോ യൂസിങ് ദിസ് ടെക്നീക്ക് വി ക്യാൻ ഫൈൻഡ് ഔട്ട് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് പാറ്റേൺ എന്താണെന്ന്. ഫോർ എനി കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ യു ക്യാൻ യൂസ് ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഓർമ്മ വയ്ക്കാം. അടുത്ത ടോപ്പിക് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ഇൻ എ സോളനോയിഡ്. അപ്പോൾ ഈ സോളനോയിഡ് എന്താണ്? നമ്മളൊരു സിലിണ്ടർ എടുത്തു. സോ ദിസ് ഇസ് ആ സിലിണ്ടർ. ആ സിലിണ്ടർ അറൗണ്ട് നമ്മൾ എന്താണ് ഒരു സ്പ്രിങ് പോലെ നമ്മളുടെ കോപ്പർ ഓർ അലുമിനിയം വയർ നമ്മൾ റാപ്പ് ചെയ്തു. ഈ സ്ട്രക്ചർ നമ്മൾ എന്താ പറയുക? ഒരു സോളനോയിഡ് എന്നാണ് പറയുക. അപ്പോൾ എന്താണ്? പ്രീവിയസ് കേസിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഒരു സിംഗിൾ ലൂപ്പാണ്. വി സോ സിംഗിൾ ലൂപ്പ്. നിങ്ങൾ കുറേ ഇങ്ങനത്തെ ലൂപ്സ് പരസ്പരം കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? വി വിൽ ഗെറ്റ് എ സോളനോയിഡ്. അപ്പോൾ നമ്മൾ ഇതിന് എന്താ പറയുക? ഇതിനൊരു സോളനോയിഡ് എന്നാണ് പറയുക. നിങ്ങൾ കാണുന്ന ഇലക്ട്രോമാഗ്നറ്റ്സിലൊക്കെ എന്താണ് ആക്ച്വലി ഉള്ളത്? ഒരു സോളനോയിഡാണ് അവരുടെ ഉള്ളിലുള്ളത്. അതിലാണ് കറണ്ട് നമ്മളുടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ട്രാവലിംഗ് ഇൻ വൺ ലൂപ്പ് ആഫ്റ്റർ ദി അതർ. പല ലൂപ്സിൻ്റെ ത്രൂ ആണ് ഈ കറണ്ട് നമ്മളുടെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഇവിടെ നമ്മളൊരു സോഫ്റ്റ് അയൺ കഷ്ണം എടുത്തു. ദിസ് ഈസ് എ പീസ് ഓഫ് സോഫ്റ്റ് അയൺ എന്ന് വെച്ചാൽ വളരെ പ്യുവർ ആയിട്ടുള്ള ഇരുമ്പിൻ്റെ ഒരു കഷ്ണമാണത്. വളരെ സോഫ്റ്റ് ആണത്. കാരണം പ്യൂരിറ്റി കാരണം നമ്മളതിനെ ബെൻഡ് ആക്കിയിട്ട് ഒരു യു ഷേപ്പിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ രണ്ട് ലെഗ്സിലും നമ്മൾ എന്ത് ചെയ്തു? ഈ വയർ നമ്മൾ റാപ്പ് ചെയ്തു. നമ്മൾ ഈ വയർ ഇവിടെ റാപ്പ് ചെയ്തു. അപ്പോൾ ഇതൊരു സോളിനോയിഡാണ്, ഇതും ഒരു സോളിനോയിഡാണ്. സോ വി ഹാവ് ടു സോളിനോയിഡ്സ് ഹിയർ. നമ്മുടെ ഇവിടെ എന്താണ്? രണ്ട് സോളിനോയിഡ് നമ്മുടെ കയ്യിൽ ഉണ്ട്. വി ഹാവ് കറണ്ട്. അപ്പോൾ ഇത് പോസിറ്റീവ് ടെർമിനലായി, ഇത് നെഗറ്റീവ് ടെർമിനലായി. ദിസ് ഈസ് ഹൗ ദ കറണ്ട് ഈസ് ട്രാവലിംഗ്. ഇങ്ങനെയാണ് നമ്മളുടെ കറണ്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്തപ്പോൾ ഉണ്ടായി, സർക്യൂട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നു കറണ്ട് എസ്റ്റാബ്ലിഷ് ആയി. ആ കറണ്ട് കാരണം ഇവിടെ നിന്നുണ്ടായി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആയപ്പോൾ എന്തുണ്ടായി? ഈ നമ്മളുടെ നെയിൽസ് അട്രാക്റ്റ് ആയി. ദീസ് നെയിൽസ് were attracted to the
electromagnet to the solenoid. So this is the magnetic field due to a solenoid. നമ്മളുടെ വീട്ടുകളിലൊക്കെ പഴയ കാലത്തെ ബെൽസിൽ ഈ സോളിനോയിഡാണ് നമ്മൾ യൂസ് ചെയ്ത് നോക്കുന്നത്. ഇന്ന് നമ്മളുടെ സെക്യൂരിറ്റി ലോക്സ്, വീട്ടിലത്തെ മാഗ്നറ്റിക് ലോക്സിൽ നിന്നാണ് നമ്മൾ ഈ സോളിനോയിഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലത്തെ മൈക്രോഫോൺ സ്പീക്കറുടെ ഉള്ളിൽ നിങ്ങൾ തുറന്ന് നോക്കുകയാണെങ്കിൽ ആ സ്പീക്കറുടെ ഉള്ളിൽ, ഇത് നമ്മളുടെ സ്പീക്കറാണെന്ന് വെക്കുക, ദിസ് ഇസ് ആർ സ്പീക്കർ. അപ്പോൾ ഇവിടെ വലിയൊരു മാഗ്നറ്റ് നിങ്ങൾ കാണും, ഒരു ബ്ലാക്ക് കളറിൽ ഒരു മാഗ്നറ്റ് കാണും, അതിൻ്റെ അറൗണ്ട് ഒരു കോയിലും ഉണ്ടാവും. അതെന്താണ്? നമ്മളുടെ സോളിനോയിഡാണ്. അപ്പോൾ വളരെ കൂടുതൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മളുടെ ഈ സോളിനോയിഡ് എന്ന് പറയുന്ന സാധനം. സോ വാട്ട് ഈസ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ കറന്റ് ക്യാരിയിങ് സോളിനോയിഡ്? അത് ഓർമ്മ വയ്ക്കുക. ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ അത് എങ്ങനെ ഓറിയൻറ്റ് ആവുന്നതാണെങ്കിലും നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും സ്ട്രോങ് എവിടെയാണ്? ഇൻസൈഡ് ദ സോളിനോയിഡ്. ഈ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മാക്സിമം എവിടെയാണ്? അലോങ് ദി ആക്സിസ് ഓഫ് ദ സോളിനോയിഡ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇമാജിനറി ലൈൻ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ അലോങ് ആണ് നമ്മൾക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് എഫക്റ്റ് കിട്ടാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ എവിടെയാണ് അതിനെ കിട്ടാൻ പോകുന്നത്. നമ്മൾ എത്ര ദൂരം പോകണു ആക്സസ് ചെയ്ത് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അത്ര തന്നെ കുറയുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മളുടെ ഏർലിയർ കേസ്. ഇവിടെ എന്തായിരുന്നു? ദിസ് ഇസ് എ സോളിനോയിഡ്, ദീസ് ആർ ഓൾസോ സോളിനോയിഡ്സ്. ഇതൊക്കെ സോളിനോയിഡ് എക്സാമ്പിൾസ് ആണ്. ഇതിൽ നമ്മളുടെ കോയിൽ എന്താണ്? ഇവിടെ നമ്മൾ റാപ്പ് ചെയ്ത് ഓർക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ഫീൽഡ് എവിടെയാവും? ദ ഫീൽഡ് വിൽ ബി സ്ട്രോങ് ഇൻസൈഡ് ദിസ് റീജിയൻ. നമ്മളുടെ ആക്സിസിൻ്റെ അലോങ് ആണ് നമ്മൾക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാൻ പോകുന്നത്. അത് സംവോട്ട് ലൈക്ക് ദിസ് ആണ് ഇരിക്കാൻ പോകുന്നത്. ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഇത് സർക്കുലേറ്ററി ഫീൽഡാണ്, ഓർമ്മ വയ്ക്കുക. ഇതിനൊരു ബിഗിനിങ് ഇല്ല, ഇതിനൊരു എൻഡും ഇല്ല. സെയിം തിങ് ഹിയർ, ദ ഫീൽഡ് ഇസ് സ്ട്രോങ്ങർ ഹിയർ. അത് കാരണമാണ് ഈ നെയിൽസ് നമ്മൾക്ക് ഇവിടെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആണ് ആ റീജിയനിൽ. അടുത്തത്, ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു? അവരൊരു മാഗ്നറ്റിൻ്റെ ഉള്ളിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്തിട്ട് അതിലൊരു കറണ്ട് അവർ സെൻഡ് ചെയ്തു. അപ്പോൾ എന്തുണ്ടായി? ഈ മാഗ്നറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ കണ്ടക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്, നത്തിങ് എൽസ് ഹാപ്പൻസ്. കണ്ടക്ടർ മൂവ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. പക്ഷേ ഇതിൽ നമ്മളൊരു കറണ്ട് വിടാണെങ്കിൽ, ഇഫ് വി സെൻഡ് കറണ്ട് ഹിയർ, നമ്മളിവിടെ ഈ സ്വിച്ച് ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾക്ക് ഇവിടെ കറണ്ട് സെൻഡ് ചെയ്യാൻ പറ്റി. നമ്മളൊരു കറണ്ട് സെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവണം? ദിസ് വയർ വിൽ മൂവ്. ഈ വയർ എന്താണ്? ഇങ്ങോട്ടും അങ്ങോട്ടും മൂവ് ചെയ്യും. നമ്മൾ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാമെന്ന് വെക്കുക. നമ്മൾ ഈ കറണ്ട് ഡയറക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്തു. ആ കേസിൽ ഇതിൻ്റെ മൂവ്മെൻറ്റും റിവേഴ്സ് ആവാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു മാഗ്നറ്റിക് എഫക്റ്റ് ഉള്ള ഏരിയയിൽ ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്തു, ഒന്നും ഉണ്ടാവില്ല. അതേ കണ്ടക്ടറിൽ നമ്മളൊരു കറണ്ട് സെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവുന്നു? ആ കണ്ടക്ടർ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. നമ്മൾ കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് ഡയറക്ഷനും അതിൻ്റെ റിവേഴ്സ് ആവും. എന്ന് വെച്ചാൽ ആ ഫോഴ്സ് ആ മാഗ്നറ്റിക് എഫക്റ്റിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അത് കാരണമാണ് ഈ റിവേഴ്സൽ ഉണ്ടാവുന്നത്. ഇത് നമ്മൾ എന്താ പറയുക? ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നു, സാർ നമ്മൾക്ക് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ ആദ്യം എന്താ പഠിച്ചത്? ഒരു കറണ്ട് കാരണം ഉണ്ടാവുന്ന ഫീൽഡ് എങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യാന്നല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ കറണ്ട് ഡയറക്ഷൻ അറിയുകയാണെങ്കിൽ അതിൻ്റെ കാരണം ഫോഴ്സ് ഡയറക്ഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയുണ്ട്. നമുക്ക് ആ വഴി കാണാം. അപ്പോൾ നമ്മളുടെ കയ്യിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഒരു കറണ്ട് ഉണ്ട്, ഒരു കണ്ടക്ടർ ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് ഡയറക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആദ്യം നമ്മൾ പഠിച്ചത്. അതിൽ നമ്മൾക്ക് ഫീൽഡ് ഡയറക്ഷൻ കിട്ടും. നമ്മൾ കറണ്ട് സോ ആൻഡ് സോ ആണെങ്കിൽ ഫീൽഡ് എവിടെയാണ് നമ്മൾക്ക് ഇൻഫർമേഷൻ കിട്ടും. ഇതിലെന്താണ്? നമ്മൾക്ക് കറണ്ട് ഡയറക്ഷൻ ഉണ്ട്, നമ്മൾക്ക് ഫീൽഡ് ഡയറക്ഷൻ ഉള്ളതിലുണ്ട്. അത് നമുക്ക് ഫോഴ്സ് ഡയറക്ഷനും കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ദിസ് ഈസ് മൈ ലെഫ്റ്റ് ഹാൻഡ് അല്ലേ? ദിസ് ഈസ് മൈ ലെഫ്റ്റ് ഹാൻഡ്. ഇവർ എന്താ പറയുന്നത്? ഇഫ് ഐ ടേക്ക് ദ ഫസ്റ്റ് 3 ഫിംഗേഴ്സ്, എന്ന് വെച്ചാൽ എൻ്റെ തമ്പ്, ഇൻഡെക്സ് ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ, 3 ഫിംഗേഴ്സ് ഞാൻ എടുത്തു. അവരെ ഞാൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്കി. എന്താണ്? ഇഫ് ഐ പ്ലേസ് ഇറ്റ് ലൈക്ക് ദിസ്, മൈ തമ്പ്, ഇൻഡെക്സ് ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ആർ പോയിൻറ്റിങ് 90 ഡിഗ്രീസ് ടു ഈച്ച് അതർ അല്ലേ? ഇവർ പരസ്പരം എന്താണ്? 90 ഡിഗ്രീസിലാണ്. അപ്പോൾ ഇത് അലൈൻ ചെയ്യാം. എൻ്റെ ഇൻഡെക്സ് ഫിംഗർ പോയിന്റ് ചെയ്യുന്നത് എവിടേക്കാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലാണ്. എൻ്റെ മിഡിൽ ഫിംഗർ പോയിന്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളുടെ കറണ്ട് ഡയറക്ഷനിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ തമ്പ് ഇവിടെ പോയിന്റ് ചെയ്യും ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. ഇതിനെ നമ്മൾ എന്താ പറയുക?
ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നാണ് പറയുക. ഇതിന് മോട്ടർ റൂൾ എന്നും പറയും. കാരണം ഇലക്ട്രിക്കൽ മോട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പൽ നമ്മളുടെ പണ്ട് കാലത്തെ റേഡിയോസിൽ അല്ലെങ്കിൽ ടേപ്പ് പ്ലെയറിൽ ഉണ്ടാകുന്ന ചെറിയ മോട്ടോഴ്സ് ഓർമ്മയുണ്ടോ? ആ മോട്ടോഴ്സ് വർക്ക് ചെയ്യുന്നത് ഈ പ്രിൻസിപ്പിളിലാണ്. DC മോട്ടോഴ്സ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഈ പ്രിൻസിപ്പിളിലാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി റിവ്യൂ ചെയ്യാം. വി ഹാവ് എ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? നോർത്ത് ടു സൗത്ത്. ഓർമ്മ വയ്ക്കുക, ഫീൽഡ് എങ്ങനെ പോകുന്നത്? നോർത്ത് ടു സൗത്ത്. ഒരു കണ്ടക്ടർ ഉണ്ട്, അതിലൊരു കറണ്ട് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ലെഫ്റ്റ് ഹാൻഡ് എടുത്തു, ഫസ്റ്റ് 3 ഫിംഗേഴ്സ് 90 ഡിഗ്രീസിൽ നമ്മളത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇൻഡെക്സ് ഫിംഗർ പോയിൻറ്റിങ് ടുവേർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ പോയിൻറ്റിങ് ടുവേർഡ്സ് കറണ്ട്. അപ്പോൾ എന്തുണ്ടാവുന്നു? ഓട്ടോമാറ്റിക്കലി ആർ തമ്പ്, നമ്മളുടെ തമ്പ് എവിടെ പോയിന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് പോയിൻറ്റിങ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും 2 ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ തേർഡ് പീസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ദിസ് പ്രോബ്ലം. എങ്ങനെ? യൂസിങ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. സോ വാട്ട് ഈസ് ഡയറക്റ്റ് കറണ്ട് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്? നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്സ് അല്ലെങ്കിൽ ചാർജർ ഉണ്ടെങ്കിൽ അതിൽ കാണിക്കും. ഇതിൻ്റെ ഇൻപുട്ടാണ് 230 വോൾട്ട് AC, ഔട്ട്പുട്ടാണ് ഇത്ര മില്ലി ആംപിയറും ഇത്ര വോൾട്ട്, 5 വോൾട്ട് അല്ലെങ്കിൽ 8 വോൾട്ട് DC. അപ്പോൾ ഈ DC-യും AC ഡിഫറൻസ് എന്താണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ DC എന്താണ്? നമ്മളുടെ ഡയറക്റ്റ് കറണ്ടാണ് ഇതിന് പറയുക. നമ്മളുടെ ബാറ്ററി അല്ലെങ്കിൽ സെൽ തരുന്നത് നമുക്ക് എന്താണ്? ഡയറക്റ്റ് കറണ്ടാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. മറ്റേതെന്നാണ് നമ്മളുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. നിങ്ങളുടെ വീട്ടിലത്തെ കണക്ഷൻസ്, നിങ്ങളുടെ വാൾ സോക്കറ്റിൽ വരുന്ന എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്താണ്? നമ്മളിവിടെ ഒരു സിമ്പിൾ സർക്യൂട്ട് നോക്കി, അതിലെന്താണുള്ളത്? നമ്മൾക്കൊരു സ്വിച്ച് ഉണ്ട്. സോ ദിസ് ഈസ് ആർ സ്വിച്ച്. ഇത് നമ്മളുടെ സ്വിച്ചായി. ഇത് നമ്മളുടെ വോൾട്ടേജ് സോഴ്സായി. നമ്മളുടെ സെൽ അല്ലെങ്കിൽ ബാറ്ററി നമ്മളുടെ വോൾട്ടേജ് സോഴ്സായി. ഇത് നമ്മളുടെ എന്താണ്? റെസിസ്റ്റൻസ്. ഇത് നമ്മളുടെ റെസിസ്റ്റൻസുമായി. ഞാൻ ഈ കണക്ഷൻ ക്ലോസ് ചെയ്യാമെന്ന് വെക്കും. ഞാൻ ഇവിടെ സ്വിച്ച് ഞാൻ ക്ലോസ് ചെയ്താൽ എന്താവുന്നു? ഐ വിൽ ഗെറ്റ് കറണ്ട്. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്, ഇവിടെ ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ എന്താണ്? നമ്മൾക്ക് കറണ്ട് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു കറണ്ട് ഇതിൽ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നു, ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. എന്ന് വെച്ചാൽ നമ്മൾ എത്ര നേരം ഈ ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യുന്നു, നമ്മൾ കണക്ഷൻസ് മാറ്റിയില്ലെങ്കിൽ ഈ കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ആവില്ല. ദ കറണ്ട് ഡയറക്ഷൻ വിൽ നോട്ട് ചേഞ്ച്. അതെപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഫ്ലോ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇതെന്താണ്? നമ്മളുടെ ഡയറക്റ്റ് കറണ്ടാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കറണ്ട് ഡയറക്ഷൻ മാറണില്ല. കറണ്ട് ഡയറക്ഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതെന്താണ്? ഡയറക്റ്റ് കറണ്ടാണ്. പക്ഷേ നമ്മളുടെ വീട്ടിലേക്ക് വരേണ്ട സപ്ലൈ, പുറത്തുനിന്ന് നമ്മൾ വീട്ടിൽ വരുന്ന സപ്ലൈ എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. നമ്മളുടെ ലൈൻമാൻ വർക്ക് ചെയ്യുന്നത് എന്തിലാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലാണ്. ഇവിടെ മെക്കാനിക്സും നമ്മളുടെ ഇലക്ട്രീഷ്യൻസ് വർക്ക് ചെയ്യുന്നത് എന്തിലാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലാണ്. അതിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ എന്തുണ്ടാവുന്നത്? നമ്മളുടെ കറണ്ട് ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. പോസിറ്റീവ് ടു നെഗറ്റീവ്, നെഗറ്റീവ് ടു പോസിറ്റീവ് പരസ്പരം സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും. അത് കാരണം കറണ്ട് ഡയറക്ഷൻ നമ്മളുടെ മാറിക്കൊണ്ടിരിക്കും. ഇന്ത്യയിൽ ഈ ഡിഫറൻസ് ഉണ്ടാവുന്നതെന്നാണ് ഒരു സെക്കൻഡിൽ 50 ടൈംസ് ആണ്. എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ AC എന്ന് പറയും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് AC ആൻഡ് ഇറ്റ് ഹാസ് എ ഫ്രീക്വൻസി. ഈ പ്ലസ് ടു മൈനസ് നെഗറ്റീവ് ടു പ്ലസ് പോണത് 50 ടൈംസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ എന്താ പറയുക അതിനെ? വി സേ ഇറ്റ് ഇസ് ആറ്റ് 50 ഹേർട്സ്. 50 ഹേർട്സിലാണ് ഇത് സ്വിച്ച് ആവേണ്ടത്. എന്ന് വെച്ചാൽ 50 ടൈംസ് ഒരു സെക്കൻഡിൽ ഇത് ഡയറക്ഷൻ ഇതിൻ്റെ റിവേഴ്സ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, സാർ ഇതിൻ്റെ പർപ്പസ് എന്താണ്? നമ്മൾക്ക് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ദ ഡയറക്ഷൻ ഇസ് ചേഞ്ചിങ് കോൺസ്റ്റൻ്റ്ലി. ഇതിൽ വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കുകയാണ്, കറണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നമ്മൾക്കിനി ഒന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്ന് മനസ്സിലാക്കാം. സോ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് AC ഓവർ DC? നമുക്ക് എല്ലാവരും DC യൂസ് ചെയ്താൽ മതിയില്ലേ? നമുക്ക് വെറുതെ തന്നെ AC യുടെ ആവശ്യം. നമുക്ക് മനസ്സിലാക്കാം. AC ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് അക്രോസ് ലോങ് ഡിസ്റ്റൻസസ് വിതൗട്ട് മച്ച് എനർജി ലോസ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പവർ സ്റ്റേഷനിൽ നമ്മൾ പവർ ഉണ്ടാക്കണം. ലെറ്റ് സേ കായംകുളം സ്റ്റേഷനിൽ നമ്മൾ പവർ ഉണ്ടാക്കി, നമ്മൾക്കത് കോട്ടയം അല്ലെങ്കിൽ തൃശ്ശൂർ വരെ എത്തിക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് നന്നായിട്ടുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിൽ നന്നായിട്ട് ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിൽ നമ്മൾ DC കറണ്ട് വിടാൻ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് ലോസ് ഉണ്ടാവും. നമ്മളുടെ വയേഴ്സ് ചൂടായിട്ട് അതിൽ കുറേ ഹീറ്റ് ലോസ് ഉണ്ടാവും, കുറേ എനർജി നമുക്ക് ലോസ് ഉണ്ടാവും. നമ്മളത് AC ആയിട്ട് വിടുകയാണെങ്കിൽ നമുക്ക് ലോസ് വളരെ 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 കുറയും. എന്ന് വെച്ചാൽ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ DC യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കൊരു 90% ലോസ് ട്രാൻസ്പോർട്ടിൽ തന്നെ ഉണ്ടായി കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഞാനൊരു 100 രൂപ നിങ്ങളുടെ വീട്ടിലേക്ക് വിട്ടു, നിങ്ങളുടെ വീട്ടിൽ 1 രൂപ എത്തിയാലും കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് എന്താ വേണ്ടത്? നമുക്ക് ലോസ് മിനിമൈസ് ചെയ്യണം. നമ്മൾ ഈ ഇലക്ട്രിക്കൽ പവർ
നമ്മളുടെ സോഴ്സിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ ആ പ്രോസസ്സിൽ നമ്മുടെ ലോസ് നമ്മൾ മിനിമൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് എന്താണ്, എ സി ആണ് അതിന് വേണ്ടി ബെറ്റർ. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾ പവർ ട്രാൻസ്മിഷൻ ചെയ്യുകയാണെങ്കിൽ എ സി ആണ് അതിന് വേണ്ടി ബെറ്റർ. സെക്കൻഡ്, the power loss during transmission in AC is less than compared to DC. നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് തന്നെ, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ ചെയ്യുകയാണെങ്കിൽ എ സിയുടെ പവർ ലോസ് എന്താണ് ഡി സി കാർഡും വളരെ വളരെ കുറവാണ്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷനായിട്ട് എ സി ആണ് ഒരു ബെറ്റർ ചോയ്സ്. മൂന്നാമത്തെ, എ സി വോൾട്ടേജ് ഹാസ് ദി അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റെപ്പിംഗ് അപ്പ് ആൻഡ് ഡൗൺ ആസ് പെർ ദ റിക്വയർമെൻറ്റ്. നിങ്ങളുടെ വീട്ടിൽ വരുന്ന കറണ്ട് എത്രയാണ്, 250 വോൾട്ടാണ്, 250 വോൾട്ടാണ് വരുന്നത്. നിങ്ങൾ 250 വോൾട്ട് കറണ്ട് നിങ്ങൾ ലാപ്ടോപ്പിൽ കയറ്റുന്നുണ്ടാവും, ലാപ്ടോപ്പ് പൊട്ടിത്തെറിച്ച് പോകും, നിങ്ങളുടെ പാവം ഫോൺ ചത്തു പോകും. അപ്പോൾ അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണം, നമ്മൾക്ക് അതിൻ്റെ വോൾട്ടേജ് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ 250 വോൾട്ട് നമ്മൾ കുറച്ച് 12 വോൾട്ട് 12 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ടിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അത് ഡി സിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ് ഇൻ ഡി സി. നമ്മൾക്ക് എത്ര വോൾട്ടേജാണ് കിട്ടുന്നത് അത്ര തന്നെ നമ്മൾ ഡിവൈസിലേക്ക് വിടേണ്ടി വരും. പക്ഷേ എ സി പ്രത്യേകത എന്താ, വി ക്യാൻ ഗെറ്റ് 250 വോൾട്ട്സ് ഫ്രം ഔട്ട്സൈഡ്. നമുക്ക് പുറത്തുനിന്ന് 250 വോൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്കത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് 5 വോൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. 5 വോൾട്ട് അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 12 വോൾട്ടിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ സി ഓവർ ഡി സി കറണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് എന്താണ്, നമ്മൾ പവർ ട്രാൻസ്മിഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മളത് എ സിയിലാണ് ചെയ്യുന്നത്. ആ ട്രാൻസ്മിഷൻ ഹൈ വോൾട്ടേജിലാണ്. നിങ്ങൾ വീടിൻ്റെ അടുത്തൊക്കെ പവർ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുണ്ടാവും, 11,000 വോൾട്ട് 10,000 വോൾട്ടൊക്കെ നിങ്ങൾ വാർണിംഗ് സൈൻസ് കാണും. അതിന് കാരണം എന്താ, നമ്മൾ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഹൈ വോൾട്ടേജും ലോ കറണ്ടിൽ ചെയ്യുന്നതാണ് നമ്മൾക്ക് ബെറ്റർ. അതിൽ നമുക്ക് ലോസസ് എന്താ കുറയ്ക്കാൻ പറ്റും. പക്ഷേ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് 11,000 വോൾട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ്ലി, അല്ലേ? നമ്മൾ 10,000 വോൾട്ട് വീട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പണി കഴിയും. അപ്പോൾ നമ്മൾ ആ കേസിൽ എന്താ ചെയ്യേണ്ടത്, വി ഹാവ് ടു സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കിനി കാണാം. അപ്പോൾ ദിസ് ഇസ് എ ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്. നമ്മളുടെ നോർമൽ വീട്ടുകളിലത്തെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണുള്ളത്, 3 നമ്മൾ വയറുണ്ട്. വി ഹാവ് ദ ലൈവ് വയർ റെഡ് കളറായിട്ട്. അപ്പോൾ വീട്ടിൽ പറയാറില്ലേ അത് ലൈവ് വയറുണ്ട് തൊടണ്ടാന്ന്, അത് ഈ വയറാണ് റെഡ് കളറിലായിട്ടുള്ളത്. ഈ വയറിലാണ് നമ്മളുടെ വോൾട്ടേജ് വരാൻ പോകുന്നത്. നമ്മളുടെ വീട്ടിലേക്ക് എനർജി വരുന്നത് ഈ ലൈനിൽ നിന്നാണ്, ഈ ലൈവ് വയറിൽ നിന്നാണ്. നമുക്കൊരു ന്യൂട്രൽ വയറുണ്ട്. ഓൾവേസ് റിമെമ്പർ, നമ്മൾ എന്തെങ്കിലും ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു ക്ലോസ്ഡ് സർക്യൂട്ട് വേണം. എന്ന് വെച്ചാൽ കറൻറ്റിന് വരാനൊരു സ്ഥലം വേണം, കറൻറ്റിന് പോകാനായിട്ടും ഒരു സ്ഥലം വേണം. അതാണ് നമുക്ക് ന്യൂട്രൽ വയറിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ കറണ്ട് എൻ്റർ ചെയ്തിട്ട് ഈ ഡിവൈസസിൽ പോയി അതിന് തിരിച്ചും പോകണം, ഒരു റിട്ടേൺ പാത്ത് വേണം. അത് എവിടെ നിന്ന് കിട്ടുന്നത്, നമ്മൾക്ക് നമ്മളുടെ ന്യൂട്രൽ പാത്തിൽ നിന്നാണ് അത് നമുക്ക് കിട്ടുന്നത്. ഇവിടെയാണ് അവരവരുടെ ബോർഡ് വെക്കുന്നത്, ഇവിടെയാണ് അവരവരുടെ പവർ മീറ്റർ വെക്കുന്നത്. എത്ര യൂണിറ്റ് കറണ്ട് ചിലവായി അറിയുന്നത് ഇവിടുന്നാണ് നമ്മളത് അറിയുന്നത്. മൂന്നാമത് നമ്മളുടെ എർത്ത് വയറാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സേഫ്റ്റി. എന്ന് വെച്ചാൽ ലെറ്റസ് സേ ഞാൻ എൻ്റെ അയൺ യൂസ് ചെയ്യാണ്, ഞാൻ എൻ്റെ ഇസ്ത്രി പെട്ടി യൂസ് ചെയ്യാണ് എൻ്റെ ഡ്രസ്സസ് അയൺ ചെയ്യാനായിട്ട്. അതിൻ്റെ ഉള്ളിലൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, അതിൻ്റെ ഉള്ളിലൊരു വയർ ഇത്തിരി പൊട്ടിപ്പോയി. അത് കാരണം ആ വോൾട്ടേജ് ആ വയറിൽ നിന്ന് ആ ഫുൾ ഡിവൈസിലേക്ക് കയറും. എന്ന് വെച്ചാൽ നമ്മളുടെ ഇലക്ട്രിക് അയണിൻ്റെ ബോഡി ഇരുമ്പന്നെയാണല്ലോ, അതിലും ആ വോൾട്ടേജ് വരും. അപ്പോൾ ഞാൻ അതിനെ പിടിക്കുകയാണെങ്കിൽ എനിക്ക് ഷോക്ക് അടിക്കും. അത് ഷോക്ക് അടിക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യും, ഞാൻ ആ അയണിൻ്റെ ഉള്ളിൽ ഒരു വയർ ഞാൻ ഡയറക്റ്റ്ലി എർത്തിൻ്റെ കൂടെ കണക്ട് ചെയ്യും. അത് കാരണമാണ് ഈ അയൺസിൻ്റെ പ്ലഗ് പോയിന്റിൽ എത്രയാണ്, 3 ഡിഫറെൻറ്റ് പ്ലഗ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ പ്ലഗ് നോക്കുകയാണെങ്കിൽ പ്ലഗിൽ എന്താണ്, ഒരു വലിയ ഒരു പിന്നുണ്ടാവും, 2 ചെറിയ പിന്നുണ്ടാവും. ഒരു പിന്നെന്തിൻ്റെ ലൈവ് വയറിൻ്റെ, ഒരു പിന്നെന്തിൻ്റെയാണ് നമ്മളുടെ ന്യൂട്രൽ വയറിൻ്റെ. ഈ മൂന്നാമത്തെ വലിയ പിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ എർത്ത് വയറിൻ്റെ. അപ്പോൾ ഈ ഉള്ളിലത്തെ വയർ, ഈ ലൈവ് വയർ തെറ്റിയിട്ട് നമ്മളുടെ ഓബ്ജക്റ്റ് ഡിവൈസിൻ്റെ ബോഡി ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ വോൾട്ടേജ് വരുന്നത് 250 വോൾട്ട് വോൾട്ടേജ് വരുന്നത് നമ്മളുടെ ബോഡിയിലേക്ക് പോകാണ്ടിരിക്കാൻ എന്ത് ചെയ്യുന്നു, നമ്മളതിനെ എർത്ത് വയറിൻ്റെ കൂടെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ അത് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് അത് അവിടെ സ്വിച്ച് ട്രിപ്പായി പോകും. പക്ഷേ നമ്മൾക്കൊന്നും അതുകൊണ്ട് ഡാമേജ് അതുകൊണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, പുറത്തിലത്തെ വോൾട്ടേജ് വളരെ ഹൈ ആണ്, 11,000 വോൾട്ടാണ് പുറത്ത് വരുന്ന വോൾട്ടേജ്. അതൊരു ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞ ഡിവൈസിൻ്റെ ത്രൂ ആണ് അത് ട്രാൻസ്ഫർ ആവുന്നത്. ഈ ട്രാൻസ്ഫോമറിൽ പോയിട്ട് അത് സ്റ്റെപ്പ് ഡൗൺ ആവുക ചെയ്യുന്നത്. സ്റ്റെപ്പ് ഡൗൺ ആവുമ്പോൾ എത്രയാവും, അത് 250 വോൾട്ട് 250 വോൾട്ടിലേക്ക് അത് എത്താണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലത്തെ ഡിവൈസസിനൊക്കെ കണക്ട് ചെയ്യും. എങ്ങനെ, പാരലലിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. കാരണം എന്താ, നമ്മൾ ഇവരെ സീരീസിൽ കണക്ട് ചെയ്താൽ എന്തുണ്ടാവും, ഇവിടെ എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ സർക്യൂട്ട് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആവും. ഏതെങ്കിലും ഒരു ഡിവൈസിലത്തെ ഒരു വയറെങ്കിലും പൊട്ടി പോവുകയാണെങ്കിൽ വീട്ടിൽ പിന്നെ തീരെ നമുക്ക് പവർ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, വീട്ടിലത്തെ എല്ലാ കണക്ഷൻ നമ്മൾ പാരലലിൽ സെപ്പറേറ്റ് കണക്ഷൻസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വയർ പൊട്ടിയാൽ വരെ ബാക്കി ഡിവൈസസിന് പവർ നമുക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഓർമ്മ വയ്ക്കുക,
വീട്ടിലത്തെ കണക്ഷൻസിന് 3 വയർ അനിവാര്യമാണ്. വി നീഡ് ദ ലൈവ് വയർ, അതിലാണ് നമ്മളുടെ വോൾട്ടേജ് വരുന്നത്. വി ഹാവ് ദ ന്യൂട്രൽ വയർ, അതിലാണ് നമ്മളുടെ റിട്ടേൺ പോകുന്നത്. കറണ്ട് വീട്ടിൽ വന്നത് തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്? ന്യൂട്രൽ വയറിൻ്റെ ത്രൂ ആണ്. എർത്ത് വയറിൻ്റെ പർപ്പസ് എന്താണ്? ഇറ്റ് ഈസ് സേഫ്റ്റി. ഇത് ഓർമ്മിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ദിസ് സെഷൻ. ഐ ഹോപ്പ് ദാറ്റ് എ ലോട്ട് ഓഫ് യുവർ ക്വസ്റ്റ്യൻസ് വർ ആൻസേർഡ്. നിങ്ങളുടെ പല സംശയങ്ങൾ ഇതിൽ ആൻസർ ആയെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. I hope to see you all again. This is Thomas from Manorama Horizon. Thank you for joining us. Manorama Horizon. Learning made simple.